ഇപ്പൊ ചെമ്പ് തോണ്ടി നടന്നവന്മാരൊക്കെ എവിടെയാണ്? വല്ല കാര്യം ഉണ്ടായോ? ചെമ്പ് പറഞ്ഞു, കലാമണ്ഡലം ഗോപിയാശാൻ പറഞ്ഞു, RLV രാമകൃഷ്ണൻ പറഞ്ഞു, പിന്നെ എന്തൊക്കെയോ പറഞ്ഞു. കൈ കഴുകിയില്ല, മൂക്കി തുടച്ചു, എന്നിട്ട് കേക്ക് ഒരാളുടെ വായി വെച്ചു കൊടുത്തു. ഇതൊക്കെയാണോ വിഷയം? അതൊക്കെ കൃത്യമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ശുദ്ധി വേണമെന്ന് നമ്മളെ കോവിഡ് കാലത്തല്ലല്ലോ, അതിനു മുമ്പ് ഫുഡ് ടു മൗത്ത് പഠന വിഷയമല്ലേ, സിലബസിലുള്ളതല്ലേ, സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്നില്ലേ? അവർക്കിപ്പോഴും ഈ അയിത്തം ഉടനെ കൈ കഴുകി അതിലേക്ക് സ്ക്രിപ്റ്റ് ചെയ്യാനാണ് അവർക്ക് ഇഷ്ടം. ദാറ്റ് ഈസ് നോട്ട് ദി ലോയൽ സ്ക്രിപ്റ്റ് ഓഫ് ദ കൺട്രി. രാഹുലിന്റെ വിഷയമൊക്കെ ഇലക്ഷനിൽ സ്വാധീനിക്കും. എനിക്കറിഞ്ഞൂടാ. ഒരു തോളി കൈ വെച്ചതിന് നിങ്ങൾ എല്ലാവരും എന്റെ ഒറ്റുകാരല്ലേ? എന്തായി? ജനങ്ങളെ തീരുമാനിച്ചു. അല്ലല്ല, ഞാൻ വിഷയമല്ല ലാഘവത്തോടെ കണ്ടത്. അതിനേക്കാൾ വലിയ വിഷയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആണോ? ജനാധിപത്യ ക്ഷേത്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ്. അതിലെ നിശ്ചയം എന്ന് പറയുന്നത് ഈ വഴിയാണോ വരേണ്ടത്? അത്രയും ഞാൻ ചോദിച്ചത്. വലിയ വിഷയമാണ്. ആ പെൺകുട്ടി എന്ന് പറയുന്നത് എന്റെ വീട്ടിലെയും പെൺകുട്ടിയാണ്. അതിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷെ അതല്ല ഇപ്പോ ഒരു രാഷ്ട്രീയ ഭരണ നിശ്ചയത്തിന് അത് ബാധിക്കാൻ പാടില്ല. അവതരിപ്പിച്ച സമയമാണ് അത് നിയമപരം അല്ല. അത് ഞാൻ പറയുന്നത് സമയം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഇലക്ഷൻ ആയതുകൊണ്ട് നിഷേധിക്കാൻ പാടില്ല. അതും നമ്മൾ പറഞ്ഞു. നമുക്ക് ഇലക്ഷന്റെ നിശ്ചയത്തിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ അതിനെ ബാധിക്കാൻ പാടില്ല.